ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ ആയിരിക്കട്ടെ. ഐ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഞാനിപ്പോൾ ഒരു റഫായിട്ടൊരു ക്ലോത്തിലാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യേണ്ടതും അത് ചുരിദാർ ആയാലും ബ്ലൗസ് ആയാലും ഒക്കെ അതിൻ്റെയൊക്കെ സ്ലീവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് തുടക്കക്കാർക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണെന്നുള്ളത് കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് എങ്ങനെയാണ് തുടക്കക്കാർക്ക് ചെയ്യാൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് കുറച്ച് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഞാനിതാ ഇവിടെ പ്രൊഫഷണൽ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. സ്ലീവ് കട്ട് ചെയ്ത് പിന്നെ ഒരു ഹാഫ് ഇഞ്ചിൽ ഒരു വര കൊടുത്തൊരു മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആ വര നമ്മളെ താഴെ ലൈനിങ് ഇട്ട് മടക്കി അടിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ മുകളിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വെച്ച് അത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 9.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള സ്ലീവിൻ്റെ ലെങ്ത്തും നമ്മളിവിടെ കൊടുക്കണം. അപ്പം ഞാനിവിടെ 9.5 ഇഞ്ചിലൊരു സ്ലീവ് കട്ട് ചെയ്ത് കാണിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം, അതായത് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശ കണക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ സ്മോൾകാരൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സൈസുള്ളവരാണെങ്കിൽ ഒരു 3.5 എടുക്കുക. മീഡിയം ടു ലാർജ് ആ ഒരു സൈസുള്ളവരാണെങ്കിൽ 3.75 മാർക്ക് ചെയ്യുക. അതല്ല കുറച്ചും കൂടി അതിൻ്റെ അപ്പുറത്തേക്കുള്ള സൈസുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 4 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അങ്ങനെയും നമുക്ക് തൽക്കാലം ഒപ്പിക്കാം. അതല്ലാതെ നമ്മളിത് പക്കാ പെർഫെക്റ്റ് ആവും എല്ലാവർക്കും ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരേ ചെസ്റ്റ് റൗണ്ടുള്ള ആൾക്കാർക്ക് ഇതെല്ലാം ഒരേപോലെ വരണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതേ മെത്തേഡ് വെച്ചിട്ട് ഓരോരുത്തർക്ക് ചെയ്യുമ്പോഴും ചില ആൾക്കാർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല പറയില്ലേ, ആ ഒരു സംഭവം അതുകൊണ്ടാണ് വരണത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് അതാത് ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. പക്ഷെ തുടക്കക്കാർക്ക് അതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ സൈസ് കുറവുള്ളവർക്ക് 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. കുറച്ച് മീഡിയം സൈസുള്ളവർക്ക് ഒരു 3.75 മാർക്ക് ചെയ്യുക. എക്സൽ ആ ഒരു സൈസുള്ളവർക്കൊക്കെ 4 ഇഞ്ചസ് ഡൗൺ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു വര വരച്ചു. ഇനി അവിടെ ആ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആം റൗണ്ടിൻ്റെ പകുതിയാണ്. ആം റൗണ്ടും ആം ഹോളും വ്യത്യാസമാണ്. ആം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ കക്ഷത്തിൻ്റെ അതിൽ കൂടെ ഫുള്ളായിട്ട് മുകളിലേക്ക് ചുറ്റിയെടുക്കുന്നതാണ്. ആം റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈയിൻ്റെ ഏറ്റവും തടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ 13 ഇഞ്ചാണ് എനിക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കിട്ടേണ്ടതെങ്കിൽ ഞാനിവിടെ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. പക്ഷേ ആ 6.5 ഇഞ്ച് മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾ ബോഡിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ നമ്മളൊരു ലൂസിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ ആഡ് ചെയ്യില്ലേ, അത് തന്നെ നമ്മളിവിടെ സ്ലീവിന് ചെയ്യണം. അപ്പോൾ ഞാൻ യൂഷ്വലി 3/4 ഇഞ്ചാണ് ആഡ് ചെയ്യാറുള്ളത്. അത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 3/4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 7.25 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6.5 എനിക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കിട്ടുക. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളുടെ ഈസ്, അതായത് ലൂസ്, അത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 7.25 മാർക്ക് ചെയ്തു, അതിങ്ങനെ ജോയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ വരയുടെ മിഡ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ച ശേഷം നമുക്ക് പിന്നെ വരയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം. ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് തുടക്കക്കാർക്കാണെങ്കിലും. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജോയിൻ ചെയ്യുന്ന 2 ഭാഗങ്ങളിലും അങ്ങനെ പോയിൻ്റ് ചെയ്ത് ജോയിൻ ചെയ്യാതെ ഒരല്പം നീക്കിയിട്ട് ജോയിൻ ചെയ്യുക. പോയിൻ്റ് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പഫ് സ്ലീവ് പോലെ വരും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ. മിഡ് പോയിൻ്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ വരയ്ക്കുന്നതാണ് നമ്മുടെ ബാക്ക് ആം ഹോൾ. ബാക്ക് ആം ഹോൾ ഒരുപാട് കുഴിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് പൊക്കിയിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ 7.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് മുട്ടിക്കാതെ നമ്മൾ ഒരല്പം ഇതുപോലെ അങ്ങനെ ബെൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴും ജോയിൻ ചെയ്യുന്നത് ഒരല്പം മുൻപ് തന്നെ ജോയിൻ ചെയ്യുക. പോയിൻ്റ് എത്തുന്നതിൻ്റെ മുൻപേ നമ്മളൊന്ന് ഇതുപോലെ ബെൻഡ് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരില്ല. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ നേരത്തെ വരച്ച ആ മിഡ് പോയിൻറ്റിൽ കൂടെ ഒന്ന് താഴേക്ക് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ പക്കാ പെർഫെക്റ്റ് ആവണം എന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് സംശയം വരാതിരിക്കാൻ വെട്ടുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ അളന്ന് നോക്കണം. അപ്പോൾ ഈ അളന്നിട്ട് കിട്ടുന്നത് നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ, കുർത്തിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ സ്ലീവിൻ്റെ ആണെങ്കിലും. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് അളന്ന് നോക്കണം. ഇത് രണ്ടും ഒരേ അളവാണെങ്കിൽ രക്ഷപ്പെട്ടു.
ഇനി നമ്മൾ മുകളിൽ ഇതുപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്ത ശേഷം മാത്രമേ കട്ട് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ താഴെ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സീം അലവൻസ്. പക്ഷേ മുകളിലെ സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ മുകളിലെ സീം അലവൻസ് ഇതുപോലെ കൊടുത്ത ശേഷം ബാക്കിൽ നിന്ന് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഫ്രണ്ടിലും നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ട് തന്നെ കട്ട് ചെയ്യണം. പിന്നെ താഴെ നമ്മൾ സ്ലീവ് റൗണ്ട് അങ്ങനെ കൊടുക്കുകയാണ്. സ്ലീവ് റൗണ്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ 1.5 ഇഞ്ചാണ് ഞാൻ ബോഡി സ്പാർട്ടിന് സീം അലവൻസ് പൊതുവേ കൊടുക്കാറുള്ളത്. അത് തന്നെ ഇവിടെയും കൊടുക്കണം. നിങ്ങൾ അവിടെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും സീം അലവൻസ് 2 ഇഞ്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോളുകാർക്ക് 3.5 എടുത്താൽ മതി ക്യാപ്പ് ഹൈറ്റ്. മീഡിയം ടു ലാർജുകാർക്ക് 3.75 എടുക്കാം. കുറച്ചും കൂടി സൈസ് കൂടിയ ആൾക്കാർക്ക് 4 ഇഞ്ച് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു, ബൈ.